എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അതിനു മുമ്പ് നമുക്ക് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഒന്ന് റീകോൾ ചെയ്യാം. അതിനുശേഷം കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. സോ റീകോൾ definition of open sets in R, limit points of a set, isolated points in a set, closed sets. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ എടുത്ത് കറസ്പോണ്ടിങ് ആ വീഡിയോ എടുത്ത് ഒന്ന് കാണുക. വീഡിയോ രണ്ടാമത്തെ മൂന്നാമത്തെ തവണ കാണുമ്പോൾ സ്പീഡ് കൂട്ടി ഓടിച്ച് കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ കിട്ടും, സമയം ലാഭിക്കുകയും ചെയ്യാം. ഇതിൻ്റെ കൂടെ ചെയ്യാവുന്ന അടുത്തൊരു ഡെഫിനിഷനും കൂടെ ആഡ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് closure of a set. Let A subset of R and let L be the set of all limit points of A. We define closure of A denoted by A closure as the set A union A. അതായത് ഒരു സെറ്റും അതിൻ്റെ ലിമിറ്റ് പോയിന്റ്സും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന യൂണിയൻ എടുക്കുമ്പോൾ കിട്ടുന്ന സെറ്റിനെ ക്ലോഷർ ഓഫ് ദ സെറ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, if A is equal to closed open 0 1, then what is A closure? A union set of limit points, that is closed open 0 1 union what are the set of limit points? It is exactly A യും ഉണ്ട്, മൊത്തം 0 ഉണ്ട്, പിന്നെ 1 അഡീഷണലും ഉണ്ട് അല്ലേ. അതായത് ഒന്നും കൂടെ വരും അതിൻ്റെ കൂടെ. സോ ദ യൂണിയൻ ഈസ് ക്ലോസ്ഡ് 0 1. A ക്ലോഷർ എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0 1. ഓക്കെ. സിമിലർലി if B is equal to open 0 1, then B closure is closed 0 1. Closed 0. So here you may note that closure gives always closed set. Closure is always closed. This we can prove. This observation we can prove soon. Before that, we will do some problems. Maybe I will be doing all these, even this property, closure is closed. Such theorems also together with the problems. Okay. So problems. First of the things from this section will be done through problems. One, including all the examples and some exercise problems. Show that problems നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത ശേഷം പ്രോബ്ലം ഒന്ന് തനിയെ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് വേണം അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് അത് പഠിക്കാൻ പറ്റൂ. ഷോ ദാറ്റ് ഈച്ച് പോയിന്റ്സ് A is equal to each points of A is equal to set of all 1 by n. N belongs to the natural numbers are isolated. This is the first problem. Solution. First think about what happens if you mark these points in a line. So 0, 1, 1 by 2,
1/3, 1/4 ഇങ്ങനെയാണ് ആ പോയിന്റ്സ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇൻ ജനറൽ 1/n എന്നൊരു പോയിന്റ് എടുത്താൽ അതിന്റെ തൊട്ടപ്പുറം ഇപ്പുറമുള്ള പോയിന്റ്സ് ഏതൊക്കെയാ ആ സെറ്റിലെ? 1/n+1 അതിനേക്കാളും ചെറുതായിരിക്കും. ഡിനോമിനേറ്റർ കൂടുമ്പോൾ മൊത്തം ക്വാണ്ടിറ്റി വലുതാവും. 1/n-1 എന്ന് പറയുന്നത് അതിനേക്കാളും വലുതായിരിക്കും അല്ലേ. അപ്പോ ഈ രണ്ട് ഡിസ്റ്റൻസിന് ഇടയ്ക്ക് ഈ ഗ്യാപ്പിലൊന്നും എന്തില്ല, ആ സെറ്റിലെ എലിമെന്റ്സ് ഇല്ല. സോ ഈ ഗ്യാപ്പിലൊന്നും നോ എലിമെന്റ്സ്, ആ സെറ്റിലെ എലിമെന്റ്സ് ഇല്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി, നമുക്ക് ചൂസ് ചെയ്യേണ്ട ഇന്റർവെൽ ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ചൂസ് ചെയ്താൽ മതി. അപ്പൊ ആ നൈബർഹുഡിൽ എനിക്ക് ആ സെറ്റിലെ പോയിന്റ്സ് ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഐഡിയ. അതിനു വേണ്ടിയിട്ട് ഈ രണ്ട് ഡിസ്റ്റൻസ് നോക്കാം. ഈ രണ്ട് ഡിസ്റ്റൻസിൽ 1/n നിന്ന് 1/n+1ലേക്കും 1/n നിന്ന് 1/n-1ലേക്കുമുള്ള ഡിസ്റ്റൻസ്, അതിൽ ഏതാ കുറവെന്ന് നോക്കാം. അത് നോക്കാൻ വേണ്ടിയിട്ട് 1/n - 1/n+1 എന്താ, ദിസ് ഈസ് n into n+1 upon n+1 minus n, that is 1/n into n+1. ഇനി അടുത്ത ഡിസ്റ്റൻസ് എത്ര, 1/n-1 minus 1/n. This is same as n into n-1 upon n minus n plus 1, that is 1/n into n-1. ഇതിൽ ഏതാ വലുത്? ഇതാണോ വലുത്, ഇതാണോ വലുത്? 1/n n+1 ഡിവൈഡ് ചെയ്യുന്നതാണോ n-1 ഡിവൈഡ് ചെയ്യുന്നതാണോ വലുത്? ഒബ്വിയസ്ലി n-1 ഡിവൈഡ് ചെയ്യുന്നതാണ് വലുത്. സോ ഇപ്പൊ ചെറിയ ക്വാണ്ടിറ്റി ഇതാണ്, രണ്ടിൽ ചെറിയ ക്വാണ്ടിറ്റി ഇതാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, സോ ടേക്ക് epsilon equal to 1/n into n+1. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ ചെറുതാക്കാം, വേണമെങ്കിൽ ഇത് ഒരു 2 കൂടെ കൊടുത്താലും തെറ്റൊന്നുമില്ല. അതിന്റെ പകുതി ഡിസ്റ്റൻസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ കിട്ടിയെന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇതിന്റെ പകുതി ഡിസ്റ്റൻസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, എന്നാലും മതി. Then the epsilon neighborhood, so I will write it properly. For 1/n belongs to A, take epsilon equal to this. Then the epsilon neighborhood V epsilon 1/n intersection A is empty. So ഇതാണ് V epsilon 1/n, where epsilon is 1/2n into n+1. Okay, so 1/n is an isolated point. I'm sorry, there is a mistake. The intersection is not ND. It cannot be ND. 1/n is always there, but no other point. So 1/n is an isolated point. നമ്മുടെ ലിമിറ്റ് പോയിന്റ് ഡെഫിനിഷൻ അനുസരിച്ച് ആ പോയിന്റ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ്, ആ സെറ്റിലെ ഒരു പോയിന്റും കൂടെ വേണം ഏതൊരു എപ്സിലോൺ നൈബർഹുഡ് എടുത്താലും. പക്ഷെ ഇവിടെ ഞാൻ ഈ എടുത്ത ഒരു പർട്ടിക്കുലർ എപ്സിലോൺ നൈബർഹുഡ് എടുക്കുമ്പോൾ 1/n മാത്രമേ വരുന്നുള്ളൂ. അതിന്റെ അർത്ഥം അത് isolated limit point അല്ല. So it is an isolated point. So since n is arbitrary, or I can write 1/n is an arbitrary element of all the points of A are isolated points.
That is the solution for first question. Now you need more pages. Problem number 2. So that any closed interval is a closed set. This is easy. Let A is equal to CD. Let me change notation. X equal to CD be a closed interval, and X element of R be a limit point of X. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ഒരു റിസൾട്ട് ഞാനത് പ്രൂവ് ചെയ്തു എന്ന് നോക്കട്ടെ. യെസ്, ഞാൻ പ്രൂവ് ചെയ്തു. 308 ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ ദർ ഈസ് എ സീക്വൻസ് ഇൻ ദാറ്റ് സെറ്റ് ദാറ്റ് കൺവെർജസ് ടു എക്സ് അല്ലേ. എക്സിലേക്ക് കൺവെർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് എ എൻ which contains points in A which are not equal to x. So by 308 there is a sequence an in x converging to x, that is limit n tending to infinity an is equal to x. വേറെ കണ്ടീഷൻ എന്താ? an not equal to x അല്ലേ. and an not equal to x for all n. Since an belongs to x, എക്സിലെ എല്ലാ എലിമെന്റും സിക്കും ഡിക്കും ഇടയ്ക്കായിരിക്കും അല്ലേ. ബൈ ക്യൂസ് തിയറം ത്രൂ ഔട്ട് ഇൻഇക്വാലിറ്റി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ലിമിറ്റിന്റെ അല്ലെങ്കിൽ ലിമിറ്റിന്റെ സ്ക്യൂസ് തിയറം എന്ന് വേണമെങ്കിൽ പറയണമെന്നില്ല അവിടെ. ബൈ ലിമിറ്റ് തിയറം ഏതാണ് സെക്കൻഡ് മോഡ്യൂളിൽ ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ല. ലിമിറ്റ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി സി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് n tending to infinity an will be less than or equal to limit n tending to infinity d. So that implies limit n tending to infinity c എന്താ? c തന്നെ, അത് കോൺസ്റ്റന്റ് സീക്വൻസ് അല്ലേ. ലിമിറ്റ് n tending to infinity an എന്താ? an എന്ന് പറയുന്നത് x നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതെ, ലിമിറ്റ് n tending to infinity d again d. അതായത് അത് സി 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 എന്ന് പറയുന്ന സീക്വൻസ് എന്ന് വിചാരിച്ചാൽ മതി. ഇങ്ങനെയും വിചാരിക്കാം, പല രീതിയിൽ അതിനെ മീൻ ചെയ്യാം. നിങ്ങൾ സെക്കൻഡ് മോഡ്യൂളിൽ അതെങ്ങനെ മനസ്സിലാക്കുന്നു അതിനനുസരിച്ച് ആ റിസൾട്ട് മനസ്സിലാക്കുക. സോ ദാറ്റ് ഇംപ്ലൈസ് വാട്ട്? എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ സി ഡി വിച്ച് ഈസ് അവർ എക്സ്.
Hence x contains all the limit points. x എന്ന് പറയുന്നത് സ്മോൾ x എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സിന്റെ ഒരു ലിമിറ്റ് പോയിന്റ് ആയിരുന്നു. ആ ലിമിറ്റ് പോയിന്റ് അതിനകത്തുണ്ട്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദിസ്. therefore x is closed. therefore x is a closed set. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവെൽ ക്ലോസ്ഡ് സെറ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. So that was the solutions to second problem. അവിടെ മെയിൻ ടൂൾ എന്ന് പറയുന്നത് ഈ ലിമിറ്റിന്റെ ഈ പ്രോപ്പർട്ടി ആയിരുന്നു. ഈ എന്നുകളെല്ലാം സിക്കും ഡിക്കും ഉണ്ടെങ്കിൽ ഫോർ ആൾ എന്നും കൂടെ വേണം കേട്ടോ അവിടെ. ഫോർ ആൾ. അതുകൊണ്ട് ലിമിറ്റ് എടുക്കുമ്പോഴും രണ്ട് സൈഡിൽ ലിമിറ്റ് എടുക്കുമ്പോഴും ആ ഇടയ്ക്കുള്ളതും അതിനകത്ത് തന്നെ നിൽക്കും. Now problem number 3. Show that closure of the set Q, the set of rationals, is R. ക്ലോഷർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്തൊക്കെ വേണം? ലിമിറ്റ് പോയിന്റ്സ് വേണം അല്ലേ? ദ സെറ്റ് ഓഫ് ലിമിറ്റ് പോയിന്റ്സ് ഓഫ് Q ഈസ് ഇൻ ഫാക്ട് R. അത് മൊത്തം R ആണ്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് let x belongs to R. So to prove this, let x belongs to R and epsilon is at small distance. അതായത് എൻ്റെ കയ്യിൽ x ഉണ്ട്. So I will consider the epsilon neighborhood x minus epsilon, x plus epsilon. By the density property of Q, density property of Q, the interval x minus epsilon x contains rational numbers. X already x is a real number and sorry x plus epsilon. Or you can take x minus epsilon x, which does not contain x അല്ലേ? ഞാൻ എക്സ് എലിമെന്റ് ഓഫ് ആർ എന്നേ വിചാരിച്ചിട്ടുള്ളൂ. എക്സ് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഇനി എക്സ് എന്തായാലും എക്സ് മൈനസ് എപ്സിലോൺ എക്സ് എന്ന് പറയുന്ന ഇന്റർവെൽ എന്തായാലും റാഷണൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. സോ therefore the epsilon neighborhood v epsilon x, which is x minus epsilon x plus epsilon, always contains rational numbers other than x. Hence x is a limit point of Q. Since x belongs to R was arbitrary, all the real numbers are limit points of Q. That is നമ്മൾ ആ നൊട്ടേഷൻ അനുസരിച്ച് L എന്ന് പറയുന്ന മൊത്തം R തന്നെ. ബട്ട് Q ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താ? Q യൂണിയൻ L ആണ്. So that means
Q യൂണിയൻ R. Q യൂണിയൻ R എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ? R ആണ്. So this is also called a density property. ഞാൻ ഈ പ്രൂഫിനകത്ത് ഇവിടെ ഡെൻസിറ്റി പ്രോപ്പർട്ടി എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഡെൻസിറ്റി പ്രോപ്പർട്ടി എന്നുള്ള പേരിൽ നിങ്ങൾ പഠിച്ചോന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊരു ഇന്റർവെൽ എടുത്താലും ഓപ്പൺ ഇന്റർവെൽ എടുത്താലും അതിനകത്ത് റാഷണൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഈ പ്രോപ്പർട്ടി നിങ്ങൾ ഏത് രീതിക്കാണ് പഠിച്ചതെന്ന് ആ സെക്കൻഡ് മോഡ്യൂൾ നോക്കുമ്പോഴേ അറിയാവൂ. ആ സെക്കൻഡ് മോഡ്യൂൾ പഠിക്കുമ്പോൾ നിങ്ങൾ അതുമായിട്ട് ലിങ്ക് ചെയ്ത് മനസ്സിലാക്കുക. ഏതൊരു ഓപ്പൺ ഇന്റർവെൽ എടുത്താലും അതിനകത്ത് റാഷണൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഒരു പർട്ടിക്കുലർ ഓപ്പൺ ഇന്റർവെല്ലിൽ എക്സ് അല്ലാത്തൊരു റാഷണൽ നമ്പർ എന്തായാലും ഉണ്ടായിരിക്കും. കാരണം ഈ ഇന്റർവെല്ലിനകത്ത് എക്സ് ഇല്ലല്ലോ. ഇതിന്റെ അകത്തുള്ള ഒരു റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ അത് എക്സ് ആകാൻ പറ്റില്ല. X can be both rational and irrational, but anyhow there is a rational number. Even if X is rational, there is another rational number in this open interval. So that is the idea. Okay. അപ്പം അങ്ങനെ നിൽക്കട്ടെ. ബാക്കി പ്രോബ്ലം ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഞാൻ ചെറിയ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓരോ ചെറിയ വീഡിയോയും കണ്ട ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് പ്രോബ്ലംസും ഒക്കെ ട്രൈ ചെയ്യുക. അതുപോലെ നോട്ടും പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.